തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. നമുക്ക് മലയാളികൾക്ക് തിരുവോണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ഇന്ന് നബിദിനം കൂടെയാണ്. നമ്മൾ കാണും വിറ്റും ഓണം ഉണ്ണും. പക്ഷേ എന്തു ചെയ്യാൻ, ഇന്നത്തെ മലയാളികളുടെ അവസ്ഥ എന്ന് പറയുന്നത് കടം വാങ്ങി ഓണമുണ്ണുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിങ്ങൾ കണ്ടോ ആശാ വർക്കേഴ്സ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്? അവർ സമരപ്പന്തലൊക്കെ കെട്ടി. അവർക്കും ഓണമില്ലേ? അവരുടെ കുട്ടികൾക്ക് ഓണക്കോടികൾ വാങ്ങണ്ടേ? എന്താ സർക്കാർ ഇങ്ങനെ? അതുപോലെ തന്നെ എത്രയധികം ആൾക്കാർ ഒരു നേരം ആഹാരമില്ലാതെ കഷ്ടപ്പെടുന്നു. അവർക്ക് ഓണം ഉണ്ണണ്ടേ? ഒരു പ്രാവശ്യം നിങ്ങൾ കിറ്റ് വിതരണം ചെയ്തു. കിറ്റ് വിതരണം ചെയ്യുകയല്ല വേണ്ടത്. നമുക്കുള്ള ധാന്യസമ്പത്ത് അത് നമ്മൾ ഒരുപോലെ വിഭജിച്ച് കൊടുക്കുക, അതാണ് വേണ്ടത്. ഇഷ്ടം പോലെ നമുക്ക് ധാന്യസമ്പത്തും മറ്റുള്ള രാജ്യമാണ് നമ്മുടേത്. അത് നമ്മൾ വേണ്ടവർക്കിലെത്തിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക. പോവർട്ടി ലൈനിന് താഴെയുള്ള ഒത്തിരി പേരുണ്ട്. അവർക്കും അവരുടെ കുട്ടികൾക്കും പെൺകുട്ടികൾക്ക് ഓണത്തിന് വള വേണമെന്നും ഉടുപ്പ് വേണമെന്നും അതുപോലെ ആൺകുട്ടികൾക്ക് ഓണത്തിനുള്ള നല്ല ഉടുപ്പുകളും എല്ലാവരും ഒരുമിച്ച് ഓണസദ്യ ഉണ്ണണമെന്നൊക്കെ ആഗ്രഹമുണ്ടാവും. പക്ഷേ എപ്പോഴും കോരൻ്റെ കുമ്പിളിൽ തന്നെ കഞ്ഞി കുടിക്കണമെന്ന് പറയുന്നത് ശരിയാണോ? ഇപ്പോൾ കോരന്മാർ എന്ന് പറയുന്നത് ഒരു താഴ്ന്ന ജാതിക്കാരെ മാത്രമല്ല കേട്ടോ. ജാതി വ്യവസ്ഥ നിശ്ചയിച്ചിരിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ്. എന്നാലും ഉയർന്ന ജാതിക്കാർ എന്ന് പറയുന്നവരുടെ ഇടയിലാണ് ഇപ്പോൾ കോരന്മാർ കൂടുതലുള്ളത്. കോരൻ നായർ, കോരൻ നമ്പൂതിരി ഒക്കെ ഉണ്ട്. എന്ത് ചെയ്യാനല്ലേ? ഇങ്ങനെ ആയിപ്പോയി നമ്മുടെ ജനാധിപത്യം. ഇവിടെ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോഴും ഒരു വിഭാഗം ജനങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നേയില്ല. ഒത്തിരി ഒന്നുകിൽ അങ്ങറ്റ കാശുകാർ അല്ലെങ്കിൽ അങ്ങേറ്റം പാവപ്പെട്ടവർ, ആ ഒരു വേർതിരിവല്ലേ ഇവിടെയുള്ളത്. ഇതിനിടയ്ക്ക് കിടക്കുന്ന ഈ ലോവർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ജനങ്ങളെപ്പറ്റി ആർക്കെങ്കിലും ആശങ്കയുണ്ടോ? പ്രത്യേകിച്ച് അവർ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അല്ലെങ്കിൽ പ്രൈവറ്റ് ഫേംസിലും ഒക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാം കിട്ടുന്നുണ്ടോ എന്നറിയുന്നുണ്ടോ? ഇല്ല. അവരും മറ്റുള്ളവരെ പോലെ ഓണത്തിന് നന്നായിട്ട് ആഘോഷിക്കാനായിട്ട് ശ്രമിക്കും. എങ്ങനെയെങ്കിലും ആഭരണങ്ങൾ പണയം വെച്ചും കടം വാങ്ങിയും മറ്റുള്ളവരുടെ കൂടെ തന്നെ ആഘോഷിക്കാനായിട്ട് ശ്രമിക്കും. ഇതുപോലെ തന്നെയാണ് പ്രവാസികളും. ഇവിടെ കുട്ടികൾ അച്ഛനുമൊത്ത് ഓണം ഉണ്ണാനായിരിക്കും ആഗ്രഹിക്കുക. പക്ഷെ അവിടുത്തെ പ്രവാസിയോ ഈ ചൂടിൽ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയായിരിക്കും. അവിടെ മലയാളി അസോസിയേഷൻസൊക്കെ ഉണ്ട്, അവിടെ ഓണാഘോഷമൊക്കെ ഉണ്ട്. പക്ഷേ ഈ പ്രവാസിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അയാളുടെ മനസ്സിലെന്തായിരിക്കും? അവിടുത്തെ ഏത് ഓണാഘോഷമുണ്ടെങ്കിലും ഇവിടെ ഭാര്യയ്ക്കും മക്കളും ഒക്കെ ഒപ്പം അല്ലെങ്കിൽ അച്ഛനും അമ്മയുടെയും ഒപ്പം ഒരു ഓണം ഉണ്ണാനായിട്ടുള്ള ആഗ്രഹം കാണില്ലേ? ഇതൊക്കെ നടക്കുന്നുണ്ടോ? നമ്മൾ ഓടിച്ച് വിടുകയല്ലേ ഇവിടുന്ന് യുവജനങ്ങളെ? കുറേ നാൾ കഴിഞ്ഞാൽ ഇവിടെ ആരാ ഉണ്ടാവുക? വലിയ വീടുകളുണ്ടാവും, വലിയ കൊട്ടാര സൗധങ്ങളുണ്ടാവും. പക്ഷേ അതിനകത്ത് മരവിച്ച് കിടക്കുന്ന ഒരു വയസ്സനും വയസ്സിയും കാണും. ചിലപ്പോൾ അവരെയും മാറ്റും നമ്മൾ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലേക്ക്. എന്ത് വരാൻ പോകുന്ന ഓണം വളരെ സുന്ദരമായിരിക്കുന്നു കേട്ടോ. ഓണത്തപ്പൻ വന്ന് ഓരോ വീട്ടിലും മുട്ടി വിളിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന് കാണാൻ പറ്റുക? കഴുത്തിൽ മാലയില്ലാതെ കയ്യിൽ വളയില്ലാതെ ഉള്ള സ്ത്രീകൾ എല്ലാം പണം പണയം വെച്ചിട്ടുണ്ടാവും ഓണം ഉണ്ണാനായിട്ടും കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാനും ഒക്കെ ആയിട്ട്. പിന്നെ സെക്രട്ടേറിയറ്റിന് മുന്നേ കൂടെ ഓണത്തപ്പം പോവാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. തൃക്കാക്കര വന്നിട്ട് അങ്ങനെ പോവുക. കാരണം എല്ലാം ഒരു എന്ത് പറയുക, ഒരു പുറംപൂച്ച് മാത്രമായിട്ട് മാറിയല്ലോ. തിരുവാതിരയാണെങ്കിലും ഓണമൂട് എന്ത് മൂട് ആ രീതിയിലെത്തി നമ്മുടെ മൂടല്ല അല്ലേ? അതാണ് നമ്മുടെ ഇപ്പോഴത്തെ നവീന ഓണം, അത്യാധുനിക ഓണം. നമുക്ക് ഓർഡർ ചെയ്താൽ എല്ലാം കിട്ടും, സദ്യ അടക്കം. 1000ങ്ങളും 2000ങ്ങളും 3000ങ്ങളും ഒഴിക്കിയാൽ മതി. എല്ലാ വിഭവങ്ങളോടും കൂടി ഓണസദ്യ പാഴ്സലായിട്ട് വീട്ടിലെത്തും. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ വിളിക്കാം. നമ്മൾ ഓൾഡ് ഏജ് ഹോമിലാക്കിയിട്ടുള്ള അമ്മമാരുണ്ടെങ്കിൽ അവർ പണ്ട് പാലൂട്ടിയതൊക്കെ മറന്നായിരിക്കുമല്ലോ നമ്മളവിടെ ആക്കിയത്. അവരെ വിളിക്കാം.
ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് നന്മ കിട്ടട്ടെ, ഭാഗ്യം കിട്ടട്ടെ, നമുക്ക് എല്ലായിടത്തും കുറേ ദാനം ചെയ്യാം. അന്നദാനത്തിന് പൈസ കൊടുക്കാം, പാവപ്പെട്ട കുട്ടികൾ താമസിക്കുന്നിടത്ത് പൈസ കൊടുക്കാം. ഇതൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ കുറേ അമ്പലങ്ങളിലും പള്ളികളിലും കുറേ നേർച്ചകൾ നൽകുന്നു. സ്പിരിച്വാലിറ്റി പറഞ്ഞു നടക്കുന്നവർക്ക് നമ്മൾ കൈനിറയെ പണം നൽകുന്നു. ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്? മലയാളി എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. മലയാളിയുടെ മനസ്സ് ആരോഗ്യകരമല്ല. അനാരോഗ്യകരമായ മനസ്സുമായിട്ട് നടക്കുന്ന ഈ മലയാളി, അതായത് പ്രബുദ്ധ മലയാളി എന്ന് നമ്മൾ പറയുന്ന ഈ മലയാളി, അപരൻ്റെ വീട്ടിലേക്ക് എപ്പോഴും ഇങ്ങനെ ഒളിച്ചോട്ടം നടത്തുന്നവനാണ്. അയൽ വീട്ടിൽ കാറ് വന്നാൽ എനിക്ക് അതിൻ്റെ അപ്പുറത്തെ വലിയ കാറ് വേണം. അയൽ വീട്ടുകാരൻ 2 നില കിട്ടിയാൽ എനിക്ക് 3 നില കിട്ടണം. എന്താ ഇത്? സാധാരണ സാരികളൊന്നും ഇപ്പോൾ സ്ത്രീകൾക്കൊന്നും വേണ്ട. 10,000-ൻ്റെയും 14,000-ൻ്റെയും മിനിമം, അതും അങ്ങനെയുള്ള ഡ്രസ്സുകളെ ഊർക്കുകയുള്ളൂ. പിന്നെ പെൺകുട്ടികളാണെങ്കിൽ പറയാനില്ല, വെസ്റ്റേൺ മോഡേൺ ഡ്രസ്സ്, ശരീരത്തിൻ്റെ നമ്മുടെ തമന്ന ഡാൻസ് സ്റ്റൈലൊക്കെ കാണിക്കുന്ന പോലെയുള്ള സ്റ്റൈലൻ വേഷങ്ങളും ഇട്ട്, ആൺകുട്ടികൾ ആണോ പെണ്ണോ എന്ന് പുറകിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മുടിയൊക്കെ വളർത്തി, ഒരു വിരൽ നഖം ഇങ്ങറ്റം വരെ കൂർപ്പിച്ച് നഖവുമായിട്ട് പുരികത്തൊരു വെട്ടുമൊക്കെ കൊടുത്ത്, ഫാഷനബിളായിട്ടുള്ള താടിയും വെച്ച് അവൻ നൈറ്റ് ക്ലബ്ബുകളിൽ ഓണം ആഘോഷിക്കും. ഇന്നത്തെ നൈറ്റ് സുഖമായിരിക്കും കേട്ടോ. ബോയ്സിനും അതുപോലെ തന്നെ ആണുങ്ങൾക്കും സൊസൈറ്റി ലേഡീസിനുമൊക്കെ വളരെ സുന്ദരമായിട്ടുള്ള നൈറ്റായിരിക്കും. നൈറ്റിലെ ആഘോഷങ്ങളാണ് കാണേണ്ടത് ഓണ ദിവസം. അങ്ങാടി തിമിർക്കുക. റെജുവിനേറ്റിംഗ് ഡ്രഗ്സിൻ്റെയും അതുപോലെ തന്നെ ആൽക്കഹോളിൻ്റെയും ലഹരിയിൽ അങ്ങ് ആടി തിമിർക്കുക. അപ്സരസുകൾ, ഗന്ധർവന്മാർ അവിടെ പുനർജനിക്കുന്നു. ലിവിങ് ടുഗദർ അവിടെ തുടങ്ങുന്നു. പീഡനങ്ങളും അവിടെ തുടങ്ങുന്നു. പിന്നീട് 6-7 വർഷങ്ങൾ കഴിഞ്ഞിട്ട് നടത്തിയതോ നടത്താത്തതോ ആയ പീഡനങ്ങളുടെ പേരിൽ പലരുടെയും പുറത്ത് കുറ്റം ചുമത്തപ്പെടുന്നു. പരസ്പര സഹകരണത്തോടെ നടത്തുന്ന ലവ് മേക്കിംഗ് കുറ്റകരമായിട്ട് ഒരുത്തനിൽ എഴിപ്പിക്കുന്നു. അതിനിടയ്ക്ക് രാഷ്ട്രീയക്കാരും അവരും കൊണ്ടാടുന്നുണ്ട് രാഷ്ട്രീയ ഓണം. ഒരു കാര്യം പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരരെ, മാന്യമായിട്ട് നമ്മുടെ സംസ്കാരം സൂക്ഷിക്കുക. നിങ്ങളുടെ രാഷ്ട്രീയം എന്തോ ആവട്ടെ, നിങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യുക. അതിൻ്റെ പുണ്യമുണ്ടല്ലോ നിങ്ങൾ ഇനി വരുന്ന തലമുറകളാണ് അനുഭവിക്കേണ്ടത്. നിങ്ങൾ ഓരോന്നും കണ്ടല്ലോ, ഓരോ നേതാക്കളുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന്. അതുകൊണ്ട് അറിയുക, നാളെ ഇന്ന് നമ്മൾ കാണിക്കുന്ന ഈ കാര്യങ്ങൾ നമുക്ക് വിശപ്പുണ്ടെങ്കിലും ആഹാരം നമുക്ക് കഴിച്ചിറക്കാൻ പറ്റണ്ടേ? നാളെ ഓണസദ്യ കണ്ടുകൊണ്ട് നിന്നാൽ മാത്രം മതിയോ? അത് നമുക്ക് കഴിക്കണ്ടേ? ഇതൊക്കെ ചിന്തിക്കണ്ടേ? നിങ്ങളുടെ 2-3 തലമുറകൾ നിങ്ങൾ ചെയ്യുന്ന പാപം അനുഭവിക്കേണ്ടതായിട്ട് വരുമോ? നിങ്ങൾ സ്പിരിച്വാലിറ്റി ഉള്ളവരോ ഇല്ലാത്തവരോ ആകട്ടെ, എന്തിനാണ് അധികം? ഈ ഓണ ദിവസം ഇന്ന് വന്നു, നാളെ പോവും. സർക്കാരിൻ്റെ ഓണാഘോഷം കുറച്ച് നാൾ നീണ്ടു നിൽക്കും. അത് കഴിയുമ്പോൾ അതും പൊരിയും. പിന്നെയും നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് വരികയാണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ടുള്ള പണം ചിലവാക്കിയുള്ള ആർഭാടങ്ങൾ ഒഴിവാക്കുക. നല്ല രീതിയിൽ ജീവിക്കാൻ പഠിക്കുക. അതുപോലെ ഭരണാധികാരികളെ, ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ, സാധാരണക്കാരൻ ജീവിച്ചോട്ടെ. നിങ്ങൾക്ക് മാത്രമുള്ളതല്ല ഈ ലോകം. ഞങ്ങൾ സാധാരണക്കാരുണ്ടെങ്കിലല്ലേ ഞങ്ങൾ വോട്ട് തരൂ. അതുകൊണ്ട് ഈ ഓണ സമയത്തിനെങ്കിലും കുറച്ചൊക്കെ റെസ്ട്രിക്ഷൻസും അതുപോലെ പോലീസ് മർദ്ദനങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വേണ്ട രീതിയിൽ കൊണ്ടുപോവുക. ആവശ്യമില്ലാതെ മനുഷ്യരെ അടിച്ചു കൊല്ലല്ലേ. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ അപവാദങ്ങൾ ഉണ്ടാക്കാൻ കോടികൾക്കെടുത്ത് മോഹിനിമാരെ ഇറക്കരുതേ. ഇതൊക്കെ നിങ്ങൾ ഓരോരുത്തർക്ക് അനുഭവങ്ങൾ വരുന്നതാണ് ഭാവിയിൽ. അതുകൊണ്ട് കഴിയുന്നതും നേരെ ജീവിക്കുക. നമുക്കറിയാം, രാജാവ് നല്ലതാണെങ്കിൽ രാജ്യം നല്ലതായിരിക്കും. രാജാവ് അസുരനാണെങ്കിൽ ആ രാജ്യം നശിക്കും. അതിനെ രക്ഷപ്പെടുത്താൻ ഒരു അവതാരം വേണ്ടി വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ ഓർത്ത്, ഞങ്ങൾ സാധാരണ ജനങ്ങളെ ഓർത്ത് എല്ലാം ശുഭകരമാകട്ടെ. നല്ലൊരോണവും നബിദിനവും ആശംസിക്കുന്നു.